നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC റീസെന്റ് ആയിട്ട് നടത്തിയ LGS ലെവൽ എക്സാമിന്റെ അനുബന്ധ വിവരങ്ങൾ ഒന്ന് പഠിച്ചാലോ? മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിക്കാം. ഇപ്പോൾ 10th പ്രിലിംസിന്റെ പരീക്ഷ അടുക്കാറായി. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് മസ്റ്റ് ആയിട്ടും കണ്ടിട്ട് പൊക്കോളാം. ഒരുപാട് ചോദ്യങ്ങൾ, പ്രതീക്ഷിത ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ ഒരു വെല്ലുവിളിയായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം മറ്റൊരു വെല്ലുവിളിയായിരുന്നു. സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം മറ്റൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോ DAB എന്നതാണ് ഉത്തരം. അപ്പൊ ആദ്യം DAB എന്നല്ലേ കൊടുത്തേക്കുന്നത്, അപ്പൊ നമുക്ക് D തന്നെ എടുക്കാം. സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ലോകം രണ്ട് വൻ ശക്തികളായിട്ട് അല്ലെങ്കിൽ വൻ ചേരികളായിട്ട് തിരിഞ്ഞിരുന്നു. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ്, മുതലാളിത്ത ചേരി എന്നിങ്ങനെ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞിരുന്ന കാലമായിരുന്നു. അതായത് ശീതയുദ്ധം അഥവാ കോൾഡ് വാറിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ ഈ സമയത്ത് ഒരു ചേരിയുടെയും ഭാഗമാകാതെ തന്നെ സ്വന്തം പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിദേശ നയം രൂപീകരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അപ്പൊ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ചേരിചേരാ നയം എന്ന് കേട്ടിട്ടില്ലേ? അതായത് നോൺ അലൈൻഡ് മൂവ്മെന്റ്. രണ്ട് വൻ ശക്തി ചേരികളിലും, അതായത് മുതലാളിത്ത ചേരിയിലോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ചേരിയിലോ, ഇതിലൊന്നും ചേരാതെ നിഷ്പക്ഷമായി നിൽക്കാൻ ഇന്ത്യ സ്വീകരിച്ച നയമാണ് ചേരിചേരാ നയം. അപ്പോ 1961 ബെൽഗ്രേഡിലാണ് ഒന്നാം ചേരിചേരാ ഉച്ചകോടി നടന്നത് എന്നുകൂടി ഓർക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചശീല തത്വങ്ങളും കൂടെ ഓർത്തു വെച്ചേക്കുക. 1954 പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയും ചൈനയും, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്? ഇന്ത്യയും ചൈനയുമാണ്. അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച 5 സമാധാന തത്വങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ. ഇതിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയർ ആയിരുന്ന ചൗവൻലായും ചേർന്നിട്ടാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. കൂടാതെ ഭരണഘടനയുടെ 51ാം വകുപ്പും കൂടി ഈ വേളയിൽ നിങ്ങൾ ഓർക്കുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്ന വിദേശ നയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51 എന്നാൽ നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, അത്രയും ഓപ്ഷൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുമല്ലോ. നമ്മുടെ LDCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ LDCയുടെ ഒന്നാമത്തെ ബാച്ച് സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്, രണ്ടാമത്തെ ബാച്ച് സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്. അപ്പൊ അതിലൊന്നും ചിലർക്ക് കയറാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് അറിയാതെ പോയ കുറെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ നമ്മള് പുതിയ ബാച്ച് നിരന്തരം വന്ന് ചോദിക്കുക. മീൻസ് പുതിയ ബാച്ച് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ ബാച്ചിലെയും പോലെ ലിമിറ്റഡ് സീറ്റ് തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത വഴികൾ, ആ വഴികളിലൂടെയാണ് നിങ്ങളെയും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ജോലി ഉറപ്പിച്ചിട്ട് കയറി വന്നോളൂ, പഠിക്കാൻ റെഡി ആയിട്ട് വന്നോളൂ. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നമുക്ക് ഈ വർഷം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് LDC എന്നറിയാലോ. 3 വർഷത്തിൽ ഒരിക്കൽ വരുന്ന സുവർണ അവസരമാണ് LDCയും LGSഉം. LGSന്റെ പുതിയ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു തുടക്കം എന്നോളം ഒന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. LDCയുടെ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാം. LDCയുടെ ആയാലും LGSന്റെ ആയാലും ബാച്ചിലെ ക്ലാസ്സുകളുടെ നോട്ട് എല്ലാം നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്റെ ഗൈഡൻസോട് കൂടിയ ബാച്ചാണ്. ഫുൾ സിലബസ് കവറേജ് ആണ്. കറണ്ട് അഫയേഴ്സും സ്പെഷ്യൽ ടോപ്പിക്സും ഇംഗ്ലീഷും മലയാളവും ITയും GKയും മാത്സും എല്ലാം
അതുപോലെ പഴയ CRT, പുതിയ CRT, NCERT ക്ലാസ്സസ് എല്ലാം ഉൾപ്പെടുന്ന പാക്കേജ് ആണ്. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാം, അതുപോലെ ഐഫോണിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം, ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സാപ്പ് നമ്പറും കൂടി ഞാൻ ഫസ്റ്റ് കമന്റ് കൊടുത്തേക്കാം. അപ്പൊ അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക. അതായത് ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യയെ ദീർഘകാലം ചൂഷണം ചെയ്തത് കാരണം ദരിദ്രവും പട്ടിണിയും ക്ഷാമവും ഒക്കെ നിറഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥയാണ് അവർ ഇന്ത്യക്ക് കൈമാറിയിട്ട് പോയത്. അപ്പൊ ഇതിനെ പുനർനിർമ്മിക്കുക എന്നത് അടിയന്തരമായ ആവശ്യമായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട് 1950 മാർച്ച് മാസം 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര് തന്നെയായിരുന്നു? ജവഹർലാൽ നെഹ്റു. കൂടാതെ അതിന്റെ തുടർച്ചയെന്നോണം 1951 പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 മുതൽ 56 വരെ. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കൃഷിക്കാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി അഥവാ മെഹലനോബിസ് മാതൃക ഇന്ത്യയിൽ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഭിലായി, റൂർക്കേല, ദുർഗാപൂർ പോലുള്ള വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സ്ഥാപിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അടുത്ത നോക്കിക്കേ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലാകെ ചിതറിക്കിടന്ന 565 നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഒരു അഖണ്ഡ ഇന്ത്യ രൂപീകരിക്കുക എന്നത് തന്നെ ഒരു കഠിനമായ വെല്ലുവിളിയായിരുന്നു. അപ്പൊ ഈ നാട്ടുരാജ്യ സംയോജനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലും മലയാളിയായ VP മേനോൻ, ഇദ്ദേഹമായിരുന്നു സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നത്. അത് ഓർക്കുക, സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നത് ആരാണ്? VP മേനോൻ. അപ്പൊ നാട്ടുരാജ്യ സംയോജനം പൂർത്തിയാക്കിയത് ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിലാണ്. നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചതിലൂടെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അയൺ മാൻ ഓഫ് ഇന്ത്യ, അതുപോലെ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്ന പേരുകളിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നോർക്കുക. PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച 3 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഈ 3 പ്രധാന നാട്ടുരാജ്യങ്ങളെ എങ്ങനെയൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത്? ഈ 3 നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഹൈദരാബാദ്, രണ്ടാമത്തേത് ജുനാഗഡ്, മൂന്നാമത്തേത് കാശ്മീർ. ഈ 3 നാട്ടുരാജ്യങ്ങളെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത്? ഹൈദരാബാദിനെ കൂട്ടിച്ചേർത്തത് ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെയാണ്. വർഷം 1948 ഓപ്പറേഷൻ പോളോ. ജുനാഗഡിനെ എങ്ങനെ കൂട്ടിച്ചേർത്തു? ജനഹിത പരിശോധനയിലൂടെ. അപ്പൊ ജുനാഗഡ് അങ്ങനെ ഓർക്കാം, ജനഹിത പരിശോധനയിലൂടെ. കാശ്മീരിനെ എങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്? മഹാരാജ ഹരിസിംഗ് ഒപ്പുവെച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ വഴിയാണ് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ഈ 3 കാര്യവും സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 1ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് നേരത്തെ പറഞ്ഞു, 1951 മുതൽ 56 വരെ. ഊന്നൽ നൽകിയ മേഖല ഏതായിരുന്നു? കൃഷി. ഏത് മാതൃകയാണ്? ഹരോഡ് ഡോമർ മാതൃക. 2ാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെ. അടിസ്ഥാന വ്യവസായം, ഹെവി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വ്യവസായത്തിനാണ് ഊന്നൽ നൽകിയത്. വ്യവസായം ഏത് മാതൃക? മെഹലനോബിസ് മാതൃക. 3ാം പഞ്ചവത്സര പദ്ധതി 61-66 സ്വയം പര്യാപ്തത, ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നു. ഇനി 66 മുതൽ 69 വരെ ഉള്ള കാലഘട്ടത്തിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. 69-74 എന്തായിരുന്നു? സ്ഥിരതയോടുകൂടിയ വളർച്ച.
74, 78 എന്തായിരുന്നു? ദാരിദ്ര്യ നിർമാർജനം, ഗരീബി ഹട്ടാവോ, 5ാം പഞ്ചവത്സര പദ്ധതി. ഓർക്കുക, 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പൊ നമുക്ക് 9ാം പഞ്ചവത്സര പദ്ധതി ഇങ്ങെടുത്തു കഴിഞ്ഞാൽ ഇതിനെ പറ്റി കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. 9ാം പഞ്ചവത്സര പദ്ധതിയില് ആ ഒരു കാലയളവില് 3 ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 1997 to 2002 വരെയാണ്. 1997 to 2002. ഈ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? HD ദേവഗൌഡ, IK ഗുജറാൾ, അടൽ ബിഹാരി വാജ്പേയി. HD ദേവഗൌഡ, IK ഗുജറാൾ, അടൽ ബിഹാരി വാജ്പേയി എന്നിവരായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ. ഈ പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷം ആഘോഷിച്ചത്. 50ാം വർഷം, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷം ആഘോഷിച്ചത് ഏത് പദ്ധതി കാലത്താണ്? ഈ ഒരു പദ്ധതി കാലത്താണെന്ന് ഓർക്കുക. പീപ്പിൾസ് പ്ലാനിംഗ് ആരംഭിച്ചതും ഇതിന്റെ ഭാഗമായിട്ടാണ്. കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിന്റെ 35% മുതൽ 40% വരെ നേരിട്ട് നൽകാൻ തുടങ്ങിയതും ഈ ഒരു കാലയളവിലാണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. പശ്ചിമ ബംഗാളിലെ ബർദ്വാൻ ജില്ലയിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ശരിയായ ഉത്തരം. രണ്ടാമത് നോക്കൂ. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെറ്റ്. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ് ബൊക്കാറോ. RBOJ ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ബൊക്കാറോ ജാർഖണ്ഡിലാണ് നിലവിൽ വന്നത്. ഇനി മൂന്നാമത്തത്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായം. തെറ്റാണ്. അത് USSR അഥവാ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായി സ്ഥാപിച്ചത്. ബ്രിട്ടന്റെ സഹായത്തോടെ സ്ഥാപിച്ചത് ഏതാണ്? ദുർഗാപൂരാണ്. ഇനി നാലാമത് നോക്കിക്കേ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ശരിയാണ്. അപ്പൊ എയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി, എയും ഡിയും. അപ്പൊ ആദ്യത്തെ നമുക്ക് എടുക്കാം, നോക്കാം. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലെ റൂർക്കേലയിൽ സ്ഥിതി ചെയ്യുന്നു. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ. ജർമ്മനിയുടെ സഹായം എന്ന് പറയുമ്പോൾ ക്രൂപ്പ് ആൻഡ് ഡെമാഗ് എന്ന ജർമ്മൻ കമ്പനികളാണ് സഹായിച്ചത്. ക്രൂപ്പ് ആൻഡ് ഡെമാങ് എന്ന ജർമ്മൻ കമ്പനികളാണ് സഹായിച്ചത്. 1956, 61 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ, അതായത് 1956, 61 കാലഘട്ടത്തിലാണ് ഇത് സ്ഥാപിതമായത്. ഇന്ത്യയിലെ LD പ്രക്രിയ വഴി, LD പ്രക്രിയ എന്നാൽ ലിൻസ് ഡോണാവിറ്റ്സ് പ്രോസസ് വഴി ഉരുക്ക് നിർമ്മിച്ച ആദ്യത്തെ പ്ലാന്റ് ആണ് റൂർക്കേല. ഇതിനാവശ്യമായ വെള്ളം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രഹ്മണി നദിയിൽ നിർമ്മിച്ച മന്ദിര ഡാമിൽ നിന്നാണ് ഇതിനാവശ്യമായ വെള്ളം ലഭിക്കുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ. ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിലായിൽ. അപ്പൊ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് ഇത് ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു? മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിന്റെ ഭാഗമാണ്. റഷ്യയാണ് സാങ്കേതിക സഹായം കൊടുത്തത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെയാണ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റെയിൽ പാളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രശസ്തമായ പ്ലാന്റ് ആണ് ഭിലായി. ഓക്കെ, ഇനി ദുർഗാപൂർ നോക്കിക്കേ. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രിട്ടന്റെ സാങ്കേതിക സഹായത്തോടെ കൂടിയാണ് നിർമ്മിച്ചത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ദാമോദർ നദീതട പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കൽക്കരിയും ജലവും എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഹൂഗ്ലി വ്യവസായ മേഖലയ്ക്ക് സമീപമാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. മുൻപ് ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു? ബീഹാറിന്റെ ഭാഗമായിരുന്നു. സഹായം നൽകിയതും ഏത് രാജ്യം തന്നെയാണ്? റഷ്യ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ 3 പ്ലാന്റ്, അതായത് ദുർഗാപൂർ, ഭിലായി, റൂർക്കേല. ദുർഗാപൂർ, ഭിലായി,
റൂർക്കേല ഈ 3 പ്ലാന്റുകളും 2ാം പഞ്ചവത്സര പദ്ധതിയിൽ വന്നപ്പോൾ ബൊക്കാറോ സ്ഥാപിതമായത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1964 1961 മുതൽ 66 വരെയായിരുന്നു 3ാം പഞ്ചവത്സര പദ്ധതി കാലയളവ്. അപ്പൊ അതിൽ 64ലാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശീയ അതായത് ഇൻഡിജീനിയസ് ഇരുമ്പുരുക്ക് പ്ലാന്റ് ആയി ഏതിനെ കണക്കാക്കുന്നു? ബൊക്കാറോയെ കണക്കാക്കുന്നുണ്ട്. ഓക്കെ, തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20. തെറ്റ്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്. ഓഗസ്റ്റ് മാസം 23. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ തൊട്ട ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ആചരിക്കുന്നത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19. അതും തെറ്റാണ്. 1975 ഏപ്രിൽ മാസം 19 ഏത് വിക്ഷേപിച്ചത്? ആര്യഭട്ട വിക്ഷേപിച്ചത്. മൂന്നാമത്തത്, മംഗൾയാൻ വിക്ഷേപിച്ചത് 2012. അതും തെറ്റ്. 2013 നവംബർ മാസം 5 മംഗൾയാൻ അല്ലെങ്കിൽ മോം മിഷൻ മാഴ്സ് ഓർബിറ്റർ മിഷൻ വിക്ഷേപിച്ചത് 2013 നവംബർ മാസം 5. അടുത്ത, ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ഗവേഷണ ദൗത്യമാണ് ആദിത്യ L1. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എയും ബിയും സിയും തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് മാസം 23 ഓർക്കുക, എപ്പോഴും ചോദിക്കാറുണ്ട്. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് മാസം 23. അപ്പോൾ നമുക്ക് വർഷം അവസാനിക്കുന്ന അതേ തീയതി, ആ ഒരു നമ്പർ തന്നെയാണ് ഡേറ്റിലും വന്നേക്കുന്നത്, ഓഗസ്റ്റ് 23. അപ്പൊ ഈ ചരിത്ര നേട്ടത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ദിവസം ഓഗസ്റ്റ് മാസം 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശിവശക്തി പോയിന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 2 പതിച്ച സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? തിരങ്ക പോയിന്റ് എന്ന പേരിലാണ് ചന്ദ്രയാൻ 2 പതിച്ച സ്ഥലം അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടറായ മലയാളി ശാസ്ത്രജ്ഞൻ പി വീരമുത്തുവേൽ. അടുത്തത്, ആര്യഭട്ട 1975 ഏപ്രിൽ 19 പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കൃത്രിമ ഉപഗ്രഹമാണ് ഏത്? ആര്യഭട്ട. വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? മുൻ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ കാപ്പുസ്റ്റിൻ യാർ എന്ന വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. കാപ്പുസ്റ്റിൻ യാർ റഷ്യയുടെ സഹായത്തോടെയാണ്. അപ്പോ ഈ ആര്യഭട്ട എന്ന പേര് വരാനുള്ള കാരണം എന്താ? ഇന്ത്യയുടെ പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭട്ടന്റെ പേരാണ് ഗവൺമെന്റ് നൽകിയത്. അടുത്തത്, മംഗൾയാൻ 2013 നവംബർ 5 പറഞ്ഞു. ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയത് പിറ്റേ വർഷമാണ്, അതായത് 2014 സെപ്റ്റംബർ മാസം 24. 2014 സെപ്റ്റംബർ മാസം 24 ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയത്. PSLV C-25 എന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് വിക്ഷേപിച്ചത് എന്നുകൂടി ഓർക്കുക. കൂടാതെ ഇന്ത്യയുടെ മുൻപത്തെ 2000 രൂപ നോട്ട് ഉണ്ടല്ലോ, പർപ്പിൾ കളറിലുള്ള നോട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ പിന്നിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഏതിന്റെ ചിത്രമായിരുന്നു? മംഗൾയാന്റെ ചിത്രമായിരുന്നു. അടുത്തത്, ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് എന്ന 2023 സെപ്റ്റംബർ മാസം 2. PSLV C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പൊ ഈ L1 സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ലഗ്രാഞ്ച് പോയിന്റ് 1. L1 സ്റ്റാൻഡ്സ് ഫോർ ലഗ്രാഞ്ച്, LAGRANGE, ലഗ്രാഞ്ച് പോയിന്റ് 1. അതായത് സൂര്യനെ കുറിച്ചും സൂര്യന്റെ പുറം ഭാഗമായ കൊറോണയെ കുറിച്ചും പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിക്ഷേപിച്ചതാണ്. സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ലഗ്രാഞ്ച് പോയിന്റ് 1 ഈ ഒരു പേടകം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തുന്നത് കൊണ്ടാണ് ഇതിന് L1 എന്ന പേര് വന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെരി വെരി കറക്റ്റ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, കാർഗിൽ വിജയ ദിനം ജൂലൈ 16. തെറ്റ്. ജൂലൈ മാസം 26. കാർഗിൽ വിജയ ദിനം എന്നാണ് ജൂലൈ മാസം 26. കാർഗിൽ യുദ്ധം ജയിച്ചതിന്റെ ഓർമ്മയ്ക്ക് ആചരിക്കുന്ന ഡേറ്റ് ആണ് കാർഗിൽ വിജയ് ദിവസ്. താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആണോ? ശരിയാണ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം 1966 ജനുവരി മാസമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ചത്. അടുത്ത് നോക്കിക്കേ. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1970 അല്ല, 1971 1971 ഡിസംബർ മാസം 16 ആരുടെ? ബംഗ്ലാദേശിന്റെ ലിബറേഷൻ ഡേ. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എയും സിയുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. എയും സിയുമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ആദ്യം നോക്കിക്കേ. സിംല കരാർ 1972 ജൂലൈ മാസം 2 ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റായ സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്നിട്ടാണ് സിംല കരാറിൽ ഒപ്പുവെച്ചത്. എന്തായിരുന്നു പശ്ചാത്തലം? നേരത്തെ പറഞ്ഞു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം നിലനിർത്താൻ വേണ്ടി ഹിമാചൽ പ്രദേശിലെ സിംലയിൽ വെച്ച് ഒപ്പുവെച്ച കരാറാണ് ഏത്? സിംല കരാർ. ഓക്കെ. അടുത്തത് താഷ്കണ്ട് കരാർ. താഷ്കണ്ട് കരാർ ഒപ്പുവെച്ചത് 1966 ജനുവരി മാസം 10 താഷ്കണ്ടിൽ വെച്ച്. നിലവിൽ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനം കൂടിയാണ് താഷ്കണ്ട്. അന്ന് ഈ 1966 ആ ഒരു സമയത്ത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു താഷ്കണ്ട്. ഒപ്പുവെച്ചവർ ആരൊക്കെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റായ അയൂബ് ഖാനും ചേർന്നിട്ടാണ് താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാർ ഒപ്പുവെച്ചതിന്റെ ജനുവരി 10 ഒപ്പുവെച്ചത്. പിറ്റേ ദിവസം ജനുവരി 11 1966 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അപ്പൊ വിദേശത്ത് വെച്ച് മരണപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. കാർഗിൽ വിജയ ദിവസം ജൂലൈ മാസം 26 1999 ജൂലൈ മാസം 26 കാർഗിൽ വിജയ് ദിവസം. അതായത് ഓപ്പറേഷൻ വിജയ് കേട്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ വിജയ് കാർഗിൽ മേഖലയിൽ കടന്നു കയറിയ പാക് നുഴഞ്ഞുകയറ്റക്കാരെ തുരത്താൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയിലൂടെയാണ് കാർഗിൽ വിജയ ദിവസം കാർഗിലിനെ മോചിപ്പിച്ചതും പാക് നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്നും. 1999 ജൂലൈ മാസം 26 ഇന്ത്യ ഇതിൽ പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചത്. ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു 1999 ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഇനി ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971 ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ മുൻപ് കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലൂടെ സ്വതന്ത്രമായിട്ട് ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രമായിട്ട് മാറിയത്. ബംഗ്ലാദേശിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷേഖ് മുജിബുർ റഹ്മാൻ ആണ്. ഷേഖ് മുജിബുർ റഹ്മാൻ. ഓക്കെ. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.